ഹായ്, എൻ്റെ പേര് ശ്രുതി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമായിട്ട് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ എപ്പോഴും ഫസ്റ്റ് എടുക്കുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഒരു ലോങ് യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് എനിക്കെപ്പോഴും മെമ്മറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എനിക്ക് ആൾക്കാരിലേക്ക് ഒരു നല്ല രീതിക്ക് എന്തെങ്കിലുമൊക്കെ എത്തിക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി ലൈക്ക് അങ്ങനത്തെയൊക്കെ ഒരു ചിന്ത വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് എന്താ പറയുക ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ അങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കണം എന്നൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഒരു റിവ്യൂ തരാനാണ്. ഞാനൊരു ബ്യൂട്ടി വ്ളോഗറോ അല്ലെങ്കിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറോ കോണ്ടൻറ് ക്രിയേറ്ററോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ജെന്യൂനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഇടാറുണ്ട്. എൻ്റെ ഇൻസ്റ്റഗ്രാമിലും എൻ്റെ യൂട്യൂബ് വീഡിയോസിലും ഷോർട്സിലൊക്കെ ആയിട്ടാണെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട്. അപ്പം ഇന്ന് ഞാൻ വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ, ഞാൻ യൂസ് ചെയ്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഹോണസ്റ്റ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെ ഒത്തിരി സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളല്ല. ലൈക്ക് എന്താ പറയുക, ഒരു മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീന്, പിന്നെ ലിപ്സ്റ്റിക്ക്. മെയിൻ എൻ്റെ സംഭവം എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. എൻ്റെ അടുത്ത് അത്യാവശ്യം ലിപ്സ്റ്റിക് കളക്ഷൻസൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇങ്ങനെ എല്ലാവരും പോലെ തന്നെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോകുമ്പം വനൗറ ഓർഗാനിക്സിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. എൻ്റെ സ്കിൻ ആക്ച്വലി കോംപ്ലക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആൻഡ് സെൻസിറ്റീവാണ് എൻ്റെ സ്കിന്ന്. അപ്പോൾ എനിക്കങ്ങനെ ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും ഒന്നും പറ്റൂല. അപ്പം ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിൽ ഈ ആഡ് വരുമ്പം കാണുന്നത് മുഴുവൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 100% ഓർഗാനിക്സ് ആണ്, സൈഡ് എഫക്ട്സ് ഇല്ല, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. അപ്പോൾ എന്താ പറയുക, വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്, 100% നാച്ചുറൽ ആൻഡ് ഓർഗാനിക്, ഒരു ആയുർവേദ പ്രൊഡക്റ്റ് എന്നൊക്കെ പറയുമ്പം നമ്മളെ മനസ്സിലേക്ക് എടുക്കുന്നത് ഓക്കെ ലെറ്റ്സ് ബൈ ദിസ്. അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ വാങ്ങിയതാണ്. ഞാൻ വാങ്ങിയതെന്ന് പറയുമ്പം ഞാൻ വാങ്ങിയ അവിടെ 2-3 പ്രോഡക്റ്റ്സ് ഞാൻ ആക്ച്വലി വാങ്ങി. അവരുടെ എന്താ പറയുക, ഒരു നൈറ്റ് ക്രീം ഞാൻ വാങ്ങി. അത് ഏജ് സ്പെസിഫിക് ഒക്കെ ആയിട്ടാണ് ആ നൈറ്റ് ക്രീം അവർ സെല് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ വാങ്ങിയത് 23 to 31 ഇയേഴ്സിൻ്റെ 23+ നൈറ്റ് ക്രീമാണ് ഞാൻ വാങ്ങിയത്. അത് വാങ്ങി അത് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിരുന്നു. അവരുടെ തന്നെ സൈറ്റിൽ ഞാൻ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം ത്രൂ ഞാൻ ഓർഡർ ചെയ്ത സാധനമായിരുന്നു. അപ്പോൾ അത് അത് കിട്ടിയിട്ടില്ല. അത് ഓർഡർ ചെയ്ത് ആ ഒരു ടൈമിൽ തന്നെ ആണ് അവർ കാലിക്കറ്റിൽ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ കാലിക്കറ്റിൽ അവർ ഷോപ്പ് ഓപ്പൺ ചെയ്ത ടൈമിൽ ഞാൻ അവരുടെ ഷോപ്പിൽ പോയിട്ട് അവരുടെ തന്നെ ഒരു ഡീപ്പ് മോയ്സ്ചറൈസിങ് ജെൽ ക്രീം ഇത് വാങ്ങി. ആൻഡ് അവരുടെ തന്നെ റിജുവിനേറ്റ സൺബ്ലോക്ക് വിത്ത് SPF 50+ PA+++++ ഈ സാധനമൊക്കെ ഞാൻ പോയിട്ട് വാങ്ങി. ഇതൊക്കെ ഞാൻ ഇൻഷോപ്പിൽ, ഈ 2 സാധനം ഞാൻ അവിടെ ഇൻഷോപ്പ് കാലിക്കറ്റ് പോയിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത സാധനമാണ്. ആൻഡ് പിന്നെ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ പേജിൽ ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു റിജുവിനേറ്റ 23+ 31 ഇയേഴ്സ് ഓൾഡിൻ്റെ ഈ ഒരു റിജുവിനേറ്റ നൈറ്റ് ക്രീമാണ് പിന്നെ ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ ടോട്ടൽ ഇതാ ഈ 3 സാധനങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തിട്ട് ഫസ്റ്റ് ഈ പ്രൊഡക്റ്റാണ് എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. കിട്ടുന്നതല്ല, ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഇതായിരുന്നല്ലോ. സോ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് അവരുടെ ഈ പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഞാൻ യൂസ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ബട്ട് രാത്രി നന്നാണ് ഫേസൊക്കെ വാഷൊക്കെ ചെയ്തതിന് ശേഷം കംപ്ലീറ്റ് വൈപ്പ് ഓഫ് ഒക്കെ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് സ്കിന്ന് റെസ്റ്റ് ചെയ്തതിൽ പറയുന്ന പോലെ തന്നെ 5 മിനിറ്റ്സ് സ്കിന്നിനെ ആഫ്റ്റർ ഫേസ് വാഷ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിലൊരു പീ സൈസ് എമൗണ്ട്, വളരെ കുറച്ച് മതി എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഒരു പീ സൈസ് എമൗണ്ട് എടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയൊരു ഇച്ചിങ് ഫീലിങ്സ് പോലെ തോന്നി. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഗൂഗിൾ എടുക്കുന്നു, ChatGPT ചോദിക്കുന്നു. അപ്പം അങ്ങനെ ഇവരെല്ലാവരോടൊക്കെ ചോദിച്ചപ്പോൾ ഓക്കെ ഫസ്റ്റായിട്ട് നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മളെ സ്കിന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു അങ്ങനെ ഒരു ഇച്ചിങ് സെൻസേഷനൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, അത് മാറിക്കോളും എന്നുള്ള ആ ഒരു അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ അത് മാറിപ്പോകും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ കഴിഞ്ഞു, തേർഡ് ഡേ കഴിഞ്ഞു. എനിക്ക് ആ ഒരു ഫേസിലുള്ള ആ ഒരു ഇച്ചിങ് അല്ലെങ്കിൽ ഒരു ബേണിങ് സെൻസേഷൻ എന്ന് പറയുന്നത് എനിക്കിങ്ങനെ അധികമായിക്കൊണ്ടിരിക്കുകയാണ്, അത് കുറയുന്നില്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ
പനോറയുടെ മോയ്സ്ചറൈസർ അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഐ തോട്ട് ഐ ഹാഡ് ടു ഗോ ടു ദ സ്റ്റോർ ആൻഡ് ബൈ ദ മോയ്സ്ചറൈസർ ആൻഡ് ഓൾസോ ദ സൺസ്ക്രീൻ. അപ്പം ഞാൻ അവരുടെ മോയ്സ്ചറൈസറും അല്ല സൺസ്ക്രീനും അല്ല ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ ഷോപ്പിൽ പോയിട്ട് ഈ മോയ്സ്ചറൈസറും വാങ്ങാം, ഈ സൺസ്ക്രീനും വാങ്ങാമെന്ന്. അങ്ങനെ ഞാൻ അവരുടെ ഷോപ്പിൽ ചെന്നിട്ട് അവിടെ നമുക്കൊരു ഒരു മെഷീൻ ഉണ്ട്, എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല. ഒരു ഫേസൊക്കെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫേസിലുള്ള കംപ്ലീറ്റ് എന്താ പ്രോബ്ലം എന്ന്, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്, ഏത് ടൈപ്പ് സ്കിന്നാണ് നമുക്ക്, അങ്ങനെ ഫുൾ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ പ്രോബ്ലംസ് പറയുന്ന ഒരു സംഭവം. അപ്പം ഞാൻ അതിൽ ടെസ്റ്റ് ചെയ്തു. എൻ്റെ സ്കിന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പം അതിൽ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ സ്കിന്ന് എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണെന്നാണ് എനിക്ക് ആ റിപ്പോർട്ടിൽ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പം ഞാൻ അവിടെ ചെന്ന സമയത്ത്, അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അവിടെ ചെന്ന ടൈമിൽ എൻ്റെ ഫേസിൽ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ആൻഡ് ലിപ്സ്റ്റിക്, ഈ 3 സാധനങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഫസ്റ്റ് അവിടെ ഞാൻ ചെന്ന ടൈമിൽ എൻ്റെ ഫേസ് കുറച്ച് ഓയിലി ആയിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു മാമിന് ഓയിലി സ്കിന്നാണ്. അപ്പോൾ ഓയിലി സ്കിന്നിനുള്ള ഈ ഒരു മോയ്സ്ചറൈസറാണ് അവിടുത്തെ സ്റ്റാഫ്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ്, ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പം ഞാൻ അവരോടടുത്ത് പറഞ്ഞു അല്ല, എൻ്റെ സ്കിന്ന് ഓയിലി സ്കിന്നല്ല, എൻ്റെ സ്കിന്ന് ഡ്രൈ ആൻഡ് സെൻസിറ്റീവാണ്. കാരണം എനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ അതിനുള്ള മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാനിപ്പോൾ നിങ്ങളെ നൈറ്റ് ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ചെറിയൊരു ഇച്ചിങ് സെൻസേഷൻ, ഒരു ബേണിങ് സെൻസേഷൻ പോലെ. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ എൻ്റെ മോയ്സ്ചറൈസറിൻ്റെ പ്രോബ്ലം ആയിരിക്കും, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് വന്ന് മോയ്സ്ചറൈസർ. അപ്പോൾ അവർ ഇൻസിസ്റ്റ് ചെയ്ത് ഇത് തന്നെയാണ് സെൻസിറ്റീവ് സ്കിന്നിന്, ഇത് തന്നെയാണ് മാം ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എടുപ്പിച്ച സാധനമാണിതാ ഇത് എന്ന് പറയുന്നത് ഫോർ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ ഓർ സെൻസിറ്റീവ് സ്കിൻ. ഇതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ടും ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ലാസ്റ്റ് ബില്ല് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ നമ്മളൊരു ഉറപ്പ് വെച്ചു, ഇത് തന്നെയാണോ, നിങ്ങൾ ഷുവറാണോ, ഈ മോയ്സ്ചറൈസർ തന്നെയാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഷുവറാണ് മാമിൻ്റെ സ്കിന്നിന് ഇത് തന്നെയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നുമില്ല. അപ്പം നമ്മളത് വാങ്ങി. പിന്നെ അടുത്തത് ഞാൻ വാങ്ങുന്നതെന്ന് പറയുന്നത് ഈ ഒരു സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ അല്ല, സൺബ്ലോക്ക്. അപ്പം ഈ ഒരു സൺബ്ലോക്ക് ഞാൻ വാങ്ങുന്ന ടൈമിലും ഞാനിതുവരെ സൺബ്ലോക്ക് യൂസ് ചെയ്തത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിനടുത്ത് ഓർഗാനിക്കാണ്, ജസ്റ്റ് വളരെ കുറച്ച് എമൗണ്ട് മതി. നമ്മൾ നോർമൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പോലത്തെ അങ്ങനത്തെ ഒരു ഗ്രീസി എഫക്റ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, 100% ഓർഗാനിക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൺവിൻസ് ചെയ്ത് ഞാൻ ഇത് വാങ്ങി. ഓക്കെ, ഞാൻ വാങ്ങി. അതിൽ ഞാൻ അവരെ കുറ്റം പറയില്ല. ഓക്കെ, ഞാൻ വാങ്ങാൻ പോയതാണല്ലോ, സോ ഞാൻ വാങ്ങി. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ഫസ്റ്റ് ഈ ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് നോക്കി. എനിക്ക് പറ്റുന്നില്ല, സ്കിന്നൊക്കെ ഭയങ്കര നീറുന്ന പോലെ തോന്നി. ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ മുകളിൽ തന്നെ ഞാൻ ഈ സൺബ്ലോക്ക് ഞാൻ അപ്ലൈ ചെയ്തു. അപ്പം തന്നെ അപ്ലൈ ചെയ്തിട്ടും ഭയങ്കര സ്കിന്ന് ബേണാവുക, പൊള്ളിപ്പോകുന്നത് പോലെയൊക്കെ. ഞാൻ വേഗം പോയി ഫേസ് വാഷ് ചെയ്ത് സ്കിന്ന് കുറച്ചേരം റെസ്റ്റൊക്കെ ചെയ്യിച്ചു, ഫാൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത്രയും ക്യാഷ് കൊടുത്ത് ഞാൻ വാങ്ങിയ സാധനമല്ലേ, മേ ബി ഇനി എൻ്റെ പ്രോബ്ലം ആണെങ്കിലോ എന്ന് തോന്നിയിട്ട് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു സാധനമായിരിക്കും എനിക്ക് പറ്റാത്തതെന്നുള്ള ഒരു തോട്ടിൽ ഞാൻ എന്ത് ചെയ്തു, മോയ്സ്ചറൈസർ മാത്രം അപ്ലൈ ചെയ്ത് നോക്കി. സ്കിന്ന് ബേണാവുന്ന പോലെ തോന്നി. കുറച്ച് നേരം കഴിഞ്ഞു, അതൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ സൺബ്ലോക്ക് മാത്രം അപ്ലൈ ചെയ്ത് നോക്കി. കുഴപ്പമില്ല. ഈ സൺബ്ലോക്ക് അപ്ലൈ ചെയ്തപ്പം എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, സ്കിന്നിനൊരു ഇച്ചിങ്ങോ ബേണിങ് സെൻസേഷനോ അങ്ങനെയൊന്നുമില്ല. എനിക്കിത് ഭയങ്കര, എൻ്റെത് ഡ്രൈ സ്കിന്നാണ്. ഞാനിത് ഓയിലി സ്കിന്നുകാർക്ക് ഞാനിത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എൻ്റെ ഒരു എക്സ്ട്രീം ഡ്രൈ സ്കിന്നായിട്ട് തന്നെ ഞാനിത് യൂസ് ചെയ്തപ്പം ഇത് എൻ്റെ സ്കിന്നിൽ എന്താ പറയുക, ഭയങ്കര ഒരു ഓയിലി ആയിട്ട് കിടക്കുന്നത്. ഇവർ ഈ പറയുന്ന ഈ ഗ്ലോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ ഈ എണ്ണയൊക്കെ കിനിഞ്ഞിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു വെട്ടിത്തിളക്കമില്ലേ, ആ ഒരു സാധനത്തിനെയാണ് ഇവർ ഈ പറയുന്ന ഗ്ലോ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതായിട്ട് പ്രത്യേകിച്ചൊരു ഗ്ലോയൊന്നും തരുന്നില്ല. ഇതിൻ്റെ ആ ഒരു ഓയിൽനെസ് കൊണ്ട് ആണ് തരുന്നത്. ആൻഡ് ഇതൊരു മാറ്റ് ഫിനിഷോ സാധനമോ ഒന്നുമല്ല, ഇതായാലും സാധാ ഒരു സൺബ്ലോക്കാണിത്. അങ്ങനെ എനിക്കിതിനെക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ. ബട്ട് വാട്ടെവർ, ഞാൻ യൂസ് ചെയ്തതാ ഇത്ര എത്തിച്ചിട്ടുണ്ട്. തീർത്തു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് നല്ല സാധനമായിരുന്നു, വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഉപകാരം ഉണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഉപകാരം ഉണ്ടായിട്ടുണ്ട്, നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഈ സാധനത്തെ ഞാൻ അങ്ങനെ കുറ്റമൊന്നും പറയില്ല. പക്ഷേ എന്താ പറയുക, ഡ്രൈ സ്കിന്നുകാർക്ക് മാത്രമേ ഞാനിത് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം ഡ്രൈ സ്കിന്നുകാർ മാത്രം ഇത് യൂസ് ചെയ്തത്. ഓയിലി സ്കിന്നുകാർക്ക് തന്നെ ഓൾറെഡി അവരെ ഫേസ് ഭയങ്കര ഓയിലി ആയിരിക്കും. അതിൻ്റെ മുകളിൽ നിങ്ങൾ ഈ ഒരു സൺബ്ലോക്കും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റത്തില്ല. ഇനി അറിയില്ല, ഇനി അല്ലാതെ പറ്റുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇതങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അടുത്ത നമ്മുടെ മോയ്സ്ചറൈസർ.
നല്ല പാക്കേജും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇതൊരു ഗ്ലാസ് ബോട്ടിൽ സംഭവമാണ്. ഇതാ അന്ന് ഞാൻ വാങ്ങി വെച്ച അതേ രൂപത്തിലാണ് ആളിപ്പോഴും ഉള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് എൻ്റെ പൈസ പോയ വഴി ഞാൻ കണ്ടിട്ടില്ല ഇത് വാങ്ങിയിട്ടെന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചതാണ്, ഇത് തന്നെയാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് ചോദിച്ചപ്പോൾ ഇത് തന്നെയാണ് മാം എന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് മേടിപ്പിച്ച സാധനമാണ്. ഇതെനിക്ക് പറ്റില്ല. ഇതിൻ്റെ ഒരു ടെക്സ്ചർ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതാ, ഇനിയിപ്പോൾ കാണിക്കാം. ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ വന്നിരിക്കുന്നത്. ലൈക്ക് ഇതിനിപ്പോൾ നമ്മളൊന്ന്, ഇപ്പം ഞാൻ കുറച്ച് അധികം എടുത്തു പോയി, എന്നാലും എന്താ പറയുക, ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഇങ്ങനൊരു ഗ്ലോ ഫിനിഷ് കിട്ടുന്നുണ്ട്. ഇതും ഞാൻ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് പറ്റത്തില്ല. ഇതെങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ഇതാ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതാ പോയി. ആ ഒരു എന്തോ നമ്മളൊരു വാട്ടറി സ്ട്രക്ചറാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. മീൻ എൻ്റെ സ്കിന്ന് ഡ്രൈ ആയതുകൊണ്ടിരിക്കും. മേ ബി ഇത് ഒരു ഓയിലി സ്കിന്നുകാർക്ക് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബെറ്റർ ആയിരിക്കും കേട്ടോ. അങ്ങനെ അടുത്ത നമ്മുടെ സാധനമാണ് ഇതായി റെജുവിനേറ്റ. ഇവരുടെ റെജുവിനേറ്റ ഗോൾഡ്, വനോറ ഓർഗാനിക്സിൻ്റെ റെജുവിനേറ്റ ഗോൾഡ്. ഇത് എന്ന് പറയുന്നത് അറിയാലോ എക്സ്പെൻസീവാണ്. ബട്ട് നമ്മുടെ സ്കിന്ന് ആ ഒരു ഗ്ലോ, ഈ പിഗ്മെൻറ്റേഷനൊക്കെ പോവുക, ഇതൊക്കെയാണല്ലോ നമ്മളൊരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. എൻ്റെ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇതും ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ലാസ്റ്റ് ജാനുവരിയിലാണ്. ലാസ്റ്റ് ജാനുവരിയിൽ ഞാനൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, സിംഗപ്പൂർ, മലേഷ്യ. അപ്പോൾ ആ ടൈമിൽ പോയി വന്ന സമയത്ത് ഫുൾ സൺ ടാനൊക്കെ അടിച്ച് അങ്ങനെ സ്കിന്നാകെ മൊത്തം പൊളിഞ്ഞിരിക്കുന്നൊരു ടൈമായിരുന്നു. ആ ഒരു ടൈം ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സ്കിന്നൊക്കെ ഒന്ന് നന്നാക്കാം, ആ ഒരു ടാനൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് സ്കിന്നിനൊക്കെ ഒരു ഗ്ലോ കൊടുക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങുന്നത്. ഇത് കറക്റ്റായിട്ട് ഞാൻ വാങ്ങുന്നത് ജാനുവരി ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി ഫസ്റ്റ് ആ ഒരു ടൈമിലാണ് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടുന്നത്. ഇത് ഞാൻ അന്ന് വാങ്ങിയ സാധനമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്നൊക്കെ പറയുന്നത്. ഈ സാധനം പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് എൻ്റെ സ്കിൻ അത്രയും പൊട്ടിപ്പൊളിഞ്ഞ് പണിയായി പോയതിന് ശേഷം ഞാനിത് യൂസ് ചെയ്തില്ല. പിന്നെ ഞാനൊരു ഡെർമറ്റോളജിസ്റ്റിനൊക്കെ പോയി കാണിച്ച് എൻ്റെ സ്കിന്നൊക്കെ റെഡിയാക്കി. ആ ഒരു ടൈമിൽ സ്കിന്ന് എന്താ പറയുക, ബാരിയർ റിപ്പയറിങ്ങോ എന്തൊക്കെയോ പറഞ്ഞു ഡോക്ടർ, കറക്റ്റായിട്ട് എനിക്കറിയില്ല. അങ്ങനെ എന്തൊക്കെയോ എൻ്റെ സ്കിന്നിനൊക്കെ ഡോക്ടർ കാണിച്ച് ഞാൻ മെഡിസിൻ എടുത്തു. എനിക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 1.5-2 മാസത്തോളം ഞാൻ ആക്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അത് ചെയ്തു. പിന്നെ ഡോക്ടർ തന്ന മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതൊക്കെയായിരുന്നു ഞാൻ പിന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. എനിക്ക് ഒന്നും വിശ്വസിച്ച് സ്കിന്നിൽ എന്താ പറയുക, ആ ഒരു ഫൗണ്ടേഷൻ പോലും എൻ്റെ സ്കിന്നിൽ ഞാൻ അപ്ലൈ ചെയ്യണമെങ്കിൽ അത്രയും ശ്രദ്ധിക്കണം. അപ്ലൈ ചെയ്യാറില്ല, പിന്നെ പറ്റത്തില്ല. കാരണം എന്തായിരിക്കും റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല. ഈ അലർജിയൊക്കെ വന്ന് ഫുൾ സ്കിന്ന് പൊന്തി പോകാമെന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ആയിപ്പോൾ എൻ്റെ സ്കിന്ന്. സോ അതിന് ശേഷം ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് ഞാൻ ഫസ്റ്റ് ഇത് യൂസ് ചെയ്ത ടൈമിൽ, ഈ ഒരു റെജുനേറ്റ ക്രീം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ടൈമിൽ എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വനോറ ഓർഗാനിക്സ് ഒരു കോൾ ചെയ്തിട്ട് മാം ഇങ്ങനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി എന്നെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് എൻ്റെ സ്കിന്ന് ഫുള്ള് പോയി, എന്താ പറയുക, നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ പറയുന്ന റിസൾട്ടൊന്നുമല്ല കിട്ടിയത്. റിസൾട്ട് പോട്ടെ, റിസൾട്ട് വേണമെന്നില്ല, ഫുൾ എനിക്ക് നെഗറ്റീവായിട്ടാണ് എൻ്റെ സ്കിന്നിന് അത് ഇമ്പാക്റ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ആണ് മാം സോറി, എന്താ പറയുക, ചില ആൾക്കാർക്ക്, ചില പർട്ടിക്കുലർ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർക്ക് ഇത് പറ്റില്ല. ലൈക്ക് എന്താ പറയുക, അവരുടെ സ്കിന്നിന് ഇത് പറ്റില്ല. കാരണം ചില നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ചില ആൾക്കാരുടെ സ്കിന്നിന് പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന്. അപ്പോഴും ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ ആഡും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എവിടെ തുറന്നിട്ടുണ്ടെങ്കിലും വനോറ ഓർഗാനിക്സ് അവർ യൂസ് ചെയ്യുന്നു, ഇവർ യൂസ് ചെയ്യുന്നു, ആക്ടേഴ്സ് യൂസ് ചെയ്യുന്നു, ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്നു, ഫുള്ള് ഇവരുടെ എന്താ പറയുക ആഡ്സ് ആണ് ഈ കാണുന്നത് നമ്മൾ ഫോൺ തുറന്നിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ നിങ്ങളങ്ങനെ കൊടുക്കാൻ പാടുണ്ടെന്ന് വെച്ചപ്പോൾ, സോറി മാഡം, അത് ചില ആൾക്കാർക്ക് ഇത് പറ്റില്ല, ഞങ്ങളിത് എന്താ പറയുക ഇതിൻ്റെ ഹെഡ് ഓഫീസിൽ ഞങ്ങളിത് അറിയിക്കാം, ഏതൊരു ഡോക്ടറിൻ്റെ പേരൊക്കെ പറഞ്ഞ് അവരുടെ അടുത്ത് ഞങ്ങളിത് അറിയിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് സോറിയും പറഞ്ഞിട്ട് ഫോണും വെച്ച് പോയതാണ്. പിന്നെ ഒരു വിളിയോ അന്വേഷിക്കലോ ഒന്നും അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല.
ഇപ്പോഴും അവരുടെ സൈഡിൽ നിന്ന് വിളിച്ചന്വേഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്നെ ഇനി വിളിച്ചന്വേഷിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്താ പറയുക, അത് കഴിഞ്ഞു, എന്നെ സംബന്ധിച്ച് അത് കഴിഞ്ഞു. പക്ഷെ ഞാൻ ഇപ്പം ഇത്രയും മാസങ്ങൾക്ക് ശേഷം ഈ ഒരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നെപ്പോലെ തന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഇതുപോലെ ഇവരുടെ ഈ ആഡും ഈ ഇൻസ്റ്റഗ്രാമിലും ഈ യൂട്യൂബിലും ഇവരുടെ റിവ്യൂസും ഈ എന്താ പറയുക ഈ ആക്ടേഴ്സും എല്ലാവരും റിവ്യൂസും സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഈ സാധനം പോയി വാങ്ങും. അങ്ങനെ വാങ്ങുന്നവരോട് വാങ്ങിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എനിക്ക് പേഴ്സണലി അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ പേഴ്സണലി ആരും ഇത് യൂസ് ചെയ്തിട്ട് നന്നായ ആരും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഒരു ഫാമിലി സർക്കിളിലോ അങ്ങനെ ആരും നിലവിലുണ്ടായിട്ടില്ല. ആൻഡ് ഇവർ ആ പറയുന്ന കൂട്ടത്തിൽ, ഐ മീൻ ഇവർ ഈ ആഡ് കൊടുക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ പറയുക, സെൻസിറ്റീവ് സ്കിന്നുകാർ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നോട്ട് സ്യൂട്ടബിൾ ഫോർ സെൻസിറ്റീവ് സ്കിൻ എന്ന് ഇവർ കംപ്ലീറ്റ്ലി ഇവർ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എൻ്റെതൊരു സെൻസിറ്റീവ് സ്കിന്നാണ്. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇതെനിക്ക് തീരെ വർക്കൗട്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇതെനിക്ക് നെഗറ്റീവായിട്ട് വർക്കൗട്ടായ ഒരു സാധനമാണ്. അപ്പം നിങ്ങളിവിടെ ആഡും സാധനങ്ങളൊക്കെ പോയി നോക്കി വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക. ആഫ്റ്റർ ഓൾ നിങ്ങളെ സ്കിന്നാണ്. എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എന്താ പറയുക, ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ട് കാണിച്ചിട്ട് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം എന്ത് മുഖത്ത് വാരി തേക്കുക. കാരണം ഒരു സ്കിൻ ആക്നെ കാരണം അത്രയും അനുഭവിച്ച ഒരാളാണ് ഞാൻ. എൻ്റെ സ്കിന്ന് തയ്പ്പി കാണുന്ന പോലെ രൂപത്തിലൊന്നും അല്ലായിരുന്നു. സോ ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒന്ന് എടുത്തത്. എനിക്ക് അതിനോട് എൻ്റെ ആദ്യത്തെ ഒരു ലോങ് യൂട്യൂബ് വീഡിയോ ആണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചോ പറയുന്നത്. അതിന് ഇതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആരെയും ഡിഫെയിം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ആരെയും കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്തൊരു വീഡിയോ ആയിട്ട് ഇതിനെ കാണരുത്. ലൈക്ക് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത്, സെൻസിറ്റീവ് സ്കിന്നുകാർ ഇതുപോലെ തന്നെ എന്ത് പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുമ്പോഴും ഒന്ന് ആലോചിക്കുക. ഇത് വർക്കാവുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ, അപ്പുറത്ത് ഞാൻ വർക്കാവുന്നില്ല, ഇത് കംപ്ലീറ്റ്ലി ഇത് ആരും വാങ്ങി ഉപയോഗിക്കരുത് അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഇവരുടെ ഈ സൺബ്ലോക്ക് എന്ന് പറയുന്ന സാധനം നല്ല സാധനമാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത സാധനമാണ്, എനിക്ക് വർക്കായൊരു സാധനമാണ്. എനിക്കിതിനെ കൊണ്ട് യാതൊരുവിധ എന്താ പറയുക ബുദ്ധിമുട്ടുകളും ഈ സൺബ്ലോക്ക് കൊണ്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ആൻഡ് ഈ സാധനമാണെങ്കിലും ഞാൻ വാങ്ങി ഫസ്റ്റ് എനിക്കിത് യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിന് പറ്റിയില്ല. ഇത് പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കാം, പറ്റുന്ന ആൾക്കാർ ഇത് വാങ്ങി ഉപയോഗിച്ചോളൂ, ഉപയോഗിക്കേണ്ടെന്ന് ഞാൻ പറയാൻ ആളല്ല. സോ ഇത് വർക്കാവുന്നവർ ഇത് ഉപയോഗിക്കുക. പക്ഷേ സെൻസിറ്റീവ് സ്കിന്നുകാർ ഇത് നിങ്ങൾ നോക്കിയും കണ്ടും വാങ്ങിയാൽ മതി. ആൻഡ് ഇതാ ഈ ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലും ഓയിലി സ്കിന്നുകാർക്ക് ഇത് ചിലപ്പം വർക്കാവാൻ മതിയായിരിക്കും. എൻ്റെതൊരു ഡ്രൈ സ്കിന്നാണ്, സോ എനിക്കിത് വർക്കായിട്ടില്ല. ഇത് വാങ്ങി വർക്ക് ചെയ്ത ഓയിലി സ്കിന്നുകാർ ഉണ്ടായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. ലൈക്ക് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനും ഞാൻ ആളല്ല, കാരണം ഇതെൻ്റെ സ്കിന്നിന് തീരെ പറ്റാത്തൊരു സാധനമായിരുന്നു. സോ അങ്ങനെ എന്താ പറയുക, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഈ ഒരു 3 സാധനത്തെക്കുറിച്ച് വീണ്ടും എൻ്റെ ഫോൺ തുറക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഞാൻ കാണുന്ന ഈ ആഡ്സ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി, എന്നെപ്പോലെ 10 5 ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ 10 2 ആൾക്കാർക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നു എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ആൻഡ് അത്രയേ ഉള്ളൂ ഗൈസ്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഒരു വ്ളോഗൊക്കെ എടുക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങോട്ട് നോക്കണം, ക്യാമറ എവിടെയാണോ അല്ലെങ്കിൽ ആ സൈഡാണോ ഫോണിൽ നോക്കുന്നതിനെ കുറിച്ചൊന്നും എനിക്ക് അതിന് എൻ്റെ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എനിക്കറിയില്ല എവിടെ നോക്കിയിട്ട് സംസാരിക്കണം, എന്നെ നോക്കി പറയണോ അല്ലെങ്കിൽ അപ്പുറത്ത് നോക്കി പറയണോ എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം പോക്കെ റെഡി ആവാൻ മതിയായിരിക്കും. സോ ഇതേപോലെ കുഞ്ഞു പ്രോഡക്ട്സിൻ്റെ ഒക്കെ റിവ്യൂസും അല്ലെങ്കിൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സും ഒക്കെ ആയിട്ട് ഇനിയും എൻ്റെ ചാനൽ ഞാൻ ഇടുന്നതായിരിക്കും. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.